വാ. വിശക്കണ അപ്പച്ചി? ഒന്നും കൊണ്ടുവരാത്ത എന്താ അപ്പച്ചി? ഞാനേ പെട്ടെന്ന് വന്ന മക്കളെ. നിനക്ക് എപ്പോഴും ഈ വിചാരമേ ഉള്ളൂ അല്ലേ? എടുത്തരാവേ. എടി ബസ്സിലാ വന്നത്? തിരക്കുണ്ടോ? നല്ല വെയില്. അപ്പച്ചി ഈ ടോപ്പ് കൊള്ളാം കേട്ടാ. കൊള്ളാമോ? 3 500 രൂപ. തൊട്ടടുത്ത കടയില്ലേ അവിടെ നിന്ന്. അപ്പച്ചി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് മോഡേൺ ഡ്രസ് ആക്കി കൂടെ? എനിക്ക് സത്യമായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷെ നാട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോഴല്ല പ്രാന്തെടുക്കും. നാട്ടുകാരെ ഇഷ്ടം നോക്കി എന്തെങ്കിലും ഇടാൻ വേണ്ടി നിന്നാലേ ഒന്നും ഇടാൻ പറ്റത്തില്ല. എനിക്ക് പിന്നെ സൗന്ദര്യം ഉണ്ടല്ലോ, അപ്പൊ ഏതിട്ടാലും ചേരുവടാ. ഇത് തന്നെ വേണമെന്നില്ല. ശരിയാ. തള്ളു നിർത്തിട്ട് തിന്ന്. ഇതെന്തോന്നത്? ഇഡ്ഡലി. ഇഡ്ഡലിയാ? ഒരു ചുറ്റിയെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ച് കഴിക്കാം. ഇത് ഇന്നുണ്ടാക്കിയതാ മെനിഞ്ഞാന്നുണ്ടാക്കിയതാ? അല്ലടി 4-ാം നാൾ ഉണ്ടാക്കിയത്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. ഒരുമാതിരി വൃത്തിയിട്ട നാറ്റം. ഇതെന്തോ നന്നായത്? എനിക്ക് കഴിക്കാൻ തന്ന സാധനം. നോക്ക്, തൊട്ട് നോക്ക്. നോക്ക്, കല്ല്. ഒരു കുഴപ്പമില്ല, ഉണ്ടാക്കുമ്പോ കല്ലിന്റെ ഓരോ എടുക്കാം. എനിക്ക് വേണ്ട. ഇവിടുന്ന് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര വർഷമായെന്നറിയാമോ? കണ്ടാ ഇന്ന് രാവിലെ 8 ഇഡലി കഴിച്ചോളാണ് ഇവിടെ. ഞാൻ കണ്ടാണ്. അത് പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റുമോ? ഉള്ളതല്ലേ കഴിക്കാൻ പറ്റുമോ? അതെ, വിശന്നിട്ടാണ്, അല്ലാതെ രുചിയൊന്നുള്ളതുകൊണ്ടല്ല. നോക്കട്ടു. അതേതാ നമ്മളൊന്നും കഴിച്ചപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തുവാടി ഇതില് സോഫ്റ്റ് ഇഡ്ഡലി എവിടെ കിട്ടും നിനക്ക്? ഇത് സോഫ്റ്റ്. എന്റെ വീട്ടിലെ സോഫ്റ്റ് ഇഡലി ഇങ്ങനെ. നീ വേറെ ചോറ് എടുക്കട്ടാ. ചോറിനോട് എന്തോന്ന് കൂട്ടായി? നല്ല ബെൽറ്റ് വാളയില്ലേ, മുളകിട്ട് വെച്ചിട്ടുണ്ട്. അയ്യേ, വാളക്കറിയാ? എനിക്ക് വേണ്ട. അപ്പൊ എനിക്ക് വേണ്ട. അയ്യേ വാളക്കറി. അയ്യേ ഇവിടെ ഉണ്ടല്ലോ, പണ്ട് വീട്ടില് വാളക്കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ട്. ഇല്ല, ഇപ്പൊ ഞാൻ കഴിക്കൂല. അല്ല, എന്തോന്ന് പണ്ട് ഇന്നാളും കൂടെ വന്നപ്പോ അപ്പച്ച് കഴിച്ചല്ലേ ഉള്ളൂ. വാള ഞാൻ ഇപ്പൊ കഴിക്കൂല. മറ്റേ ഇത്ര ഉള്ളതൊന്നും കഴിച്ചൂടെ. വ്രതം, വാള വ്രതം. എന്തോന്ന് വ്രതം? ഞാൻ കഴിക്കൂല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. എന്തോ വ്രതം? വാള വ്രതം. പോട്ടെ, മീൻ കഴിക്കണ്ട. അല്ലാതെ വേറെ ഒന്നുമില്ലേ? ആ വെജിറ്റേറിയൻ കറിയുണ്ട്, അവിയലുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ എടുക്കണം. അതുകൊണ്ടാ അപ്പുറത്തെ വെളിയിലോട്ട് എടുത്തിട്ട്. എന്തോ നണ്ണ മറ്റേ പുല്ലും വൈക്കോലും തിന്നു മടുത്ത മനുഷ്യൻ. തോരൻ, അവിയല്, സാമ്പാറ്. മതി 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 മതി, നിർത്ത്. നിനക്കിപ്പോ എന്തോന്ന് വേണം കഴിക്കാൻ? ഞാൻ ഉണ്ടാക്കി തരാം. തരുവോ? നീ പോയി ഒരു പേപ്പർ മേലെ എടുത്തിട്ടോ. അപ്പൊ നിനക്ക് എന്ത് വേണമെന്ന് ഞാൻ ഇപ്പൊ ഹോട്ടലിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഹോട്ടലില് ഞാൻ കഴിക്കാൻ? അണ്ണാ, ഹോട്ടലിൽ ആഹാരം കഴിച്ചോണ്ടല്ല മനുഷ്യൻ എന്ന് ചത്തു പോകുന്നു പറയാൻ പറ്റൂല. അത്ര വൃത്തിയുടെ ആഹാരം തരണം. എനിക്കൊന്നും വേണ്ട ഹോട്ടലിലെ ആഹാരം. ഞാൻ ഇപ്പൊ ശരിയായി തരാം. ഞാൻ ഇപ്പൊ എഴുതി തരാം. മേടിച്ചോണ്ടോ? അതൊക്കെ ഉണ്ടോ? അവള് സാധനം ഉണ്ട് ഇവിടെ, എല്ലാം ഇരിപ്പുണ്ട്. ബർഗറൊക്കെ ആയിരിക്കും, പിസ്സ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അത് എഴുതുന്നതിന് കഥ എഴുതിട്ട് പറഞ്ഞാ പോരെ? കഥ അതിൽ വന്നപ്പോ മുതല് പ്രശ്നമാണല്ലോ. വന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാക്കണം. അവളുടെ ശീലമാണ്. മസാല, ഉള്ളി, സവോള. ചിക്കൻ 3 ഇല്ലേ? ചിക്കൻ നിനക്ക് വ്രതമല്ലേ? ചിക്കൻ കഴിക്കാം. 3 കിലോ ചിക്കനേ ഉള്ളൂ, അങ്ങനെ വേണം പറയാൻ. എന്തോന്ന് ഉണ്ടാക്കാൻ പോണ്? വ്രതം ഉള്ളവള് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ കഴിക്കാം. എന്റെ വ്രതത്തിൽ ചിക്കൻ കഴിക്കാം. അതെന്തോന്ന് വ്രതം? അങ്ങനെയാണ് വ്രതം. നിങ്ങൾ വാങ്ങാൻ പോണ, ഞാൻ വീട്ടിൽ പോണ. എവിടെയാണ് എന്റെ ബാഗ്? വാങ്ങിച്ചോണ്ട് കോട്. പൊന്നാര പെങ്ങളല്ലേ. എന്തുണ്ടാക്കണം പറ. ദം ബിരിയാണി. ദം ബിരിയാണി പോയിട്ടോ പെട്ടെന്ന്. അച്ഛാ പോ, വേഗം കൊണ്ടാണേ. ദം ബിരിയാണി ഉണ്ടാക്കണം. ഇതെന്തോന്നടി ഇത്? എന്തോന്ന്? എന്റെ പൊന്നു, ഇവിടെ ഒന്നും ഇല്ലേടാ. ഇത് എന്തോന്ന് നീ നോക്കണേ? അടിച്ചു വാരലും തൂക്കും തുടക്കലും ഒന്നും ഇല്ലേ ഇവിടെ? ഇന്ന് രാവിലെ ഇതെന്തോന്നത്? 3 പെണ്ണുങ്ങളുള്ള വീട് കിടക്കണ കിടപ്പായത്. മനുഷ്യ കഷ്ടപ്പെട്ട് അടിച്ചാരി തുടച്ചിട്ടേ സ്ഥലമാണ്. എന്റെ പൊന്നേ, ഇതെന്തോന്നത്? നോക്കി വിളിക്കാൻ പറഞ്ഞവള്. അയ്യേ, മൊത്തം എന്തോന്നമ്മ അപ്പച്ചിക്ക്? നിങ്ങളുടെ അല്ലേ പുന്നാര അപ്പച്ചി, പോയി ചോദിച്ചിട്ട് എന്തോന്നാണെന്ന്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ല. സംതിങ് ഫിഷി. ഒരു ഫിഷി ഇല്ല. അതെ, അപ്പച്ചി ഉണ്ടാക്കുന്ന ദം ബിരിയാണിയുടെ ടേസ്റ്റ് നിനക്കറിയാലോ. ആലോചിക്കുമ്പോ നാവില് വെള്ളം വരുന്നു. എന്നെ ഓർമ്മിപ്പിക്കില്ലേ റിങ്കി? കൊതിയാവണ്. വാ, നീ കൂടി വാ, ചോദിക്കാം. ഇതോ കൊള്ളൂലെന്ന് അപ്പച്ചി പറഞ്ഞ. ഓ, പൂ പോലത്തെ ഇഡ്ഡലി അപ്പച്ചിക്ക് എന്തിനാ? പിങ്കി,
എവിടെയാടേ ഇങ്ങേര് സാധനം ഉണ്ടായി കൊണ്ടുവരാൻ പോയാ? ഇത് തന്നെ ഉഫ്. ഡേയ് എവിടാ? എവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിന്റെ അല്ലേ ചേട്ടൻ, പോയി അന്വേഷിച്ചു. കിണങ്ങിയോ? ആ, ഞാൻ ആരോടും ഇണങ്ങാനൊന്നുമില്ല. നോക്ക് തക്കടി മുണ്ട ഇരിക്കുന്നു നോക്ക്. ഇവിടെ തൊടണ്ട നീ തന്നെ. എന്തടേ മിണ്ട് മിണ്ട്. ഡേയ്, മനുഷ്യന് വിഷമം വരാതിരിക്കോ? അല്ലെങ്കിൽ വെറുതെ ഇച്ചിരി ഉപ്പും മുളകും കൂടെ ഞെരടി തന്നാൽ പോലും വെട്ടി വിഴുങ്ങാണല്ലോ. ഇന്നിപ്പോ ഒരു ആവശ്യമില്ലാതല്ലേ നീ ഇഡ്ഡലി കുറ്റം പറഞ്ഞത്? അത് ശരിയാണ് അപ്പച്ചി, അത് വളരെ മോശമായി പോയി കേട്ടാ. അതെ അതെ അതെ, വളരെ മോശമായി. ഷേ, കൊള്ളാല രണ്ടും. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കണ. നാത്തൂനും തമ്മിലുള്ള പ്രശ്നേ ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. അല്ലേ നാത്തൂനെ? ആഹാ, ഇതിപ്പോ നിങ്ങൾ രണ്ടൊരു ഒന്നായ. നമ്മള് പോണം, വാ ചേച്ചി. ഷോ, ഒരു ഉഗ്രം ഫൈറ്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാറ്റ് ഫൈറ്റ്. കാറ്റ് ഫൈറ്റാ? ഈ പെണ്ണുങ്ങളും കൂടി അടി ഉണ്ടാക്കണേനാണ് കാറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത്. കൊള്ളാല രണ്ടും. മണി മണിയായി അച്ഛൻ വന്നു. മണി ചിന്നു, നീ പറഞ്ഞ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ താമസിച്ച് വരാത്തെന്താ? താമസിച്ചാ? ഇത് എപ്പ അടുപ്പിക്കാറുണ്ട് സാധനം അറിയാം. എടി അവിടെ എടുത്തു വെച്ചിരിക്കല്ല, ഞാൻ പോയി നീ തന്ന ലിസ്റ്റ് അനുസരിച്ച് വാങ്ങിച്ചോണ്ടാണ് വന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ച കൃത്യസമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്നത്. എന്റെ നീ ഇനി അപ്പച്ചി പോയി ഉണ്ടാക്കാൻ നോക്ക്. ചുമ്മാ ഇങ്ങനെ വാചം അടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്ക്. വിശക്കണ്. വേണ്ട. എവിടെ പോണ? എവിടെ പോണ? ബിരിയാണി ഉണ്ടാക്കേ? ആര്? ഞാൻ. ഞാൻ ചത്തിട്ട് മതി, എനിക്കറിയാം ഉണ്ടാക്കാൻ. അല്ലെ നീ ഉണ്ടാക്കിയോ? അരിഞ്ഞ പുറക്കൊക്കെ തരാം ഞാൻ. അരിഞ്ഞും പിരിഞ്ഞും ഉണ്ടാക്കണം, എനിക്കറിയാം. ഞാൻ പോണു. ഞാൻ വരാടി നിന്റെ കൂടെ. എവിടാ? നിന്നെ സഹായിക്കാം. എന്തിന്? പോ, അവിടെ പോ. അവിടെ പോയി. അവിടെ ഇരി. ഈ അമ്മയായിട്ടായിരിക്കണം. സവാള ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വേണം, പിന്നെ ചിക്കൻ കട്ട് ചെയ്യാൻ ഒരാൾ വേണം. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ 10 പേരുടെ പണി ഈ അമ്മ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കും. ഇന്നെന്തായാലും ഒന്നിനെയും 7 അയലത്ത് ഞാൻ അടുപ്പിക്കല്ല കേട്ടാ. ഞാൻ ഒരു ഈച്ച കുഞ്ഞിനെ പോലും അടുപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പച്ചി വിട്ടോ. ഇത് എന്തൊക്കെ ആവോ എന്തോ. ബിരിയാണി നീ എന്ത് മോൻ പെരുപ്പിച്ചിരിക്കണേ? ഇല്ല, അവളെ പോയ പോക്കണ്ട, എന്നെ പോലും അടുപ്പിക്കണില്ല. എടി മണി, എല്ലാ ദിവസവും നീ അല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ആഹാരം ഉണ്ടാക്കണേ. ഇന്നെങ്കിലും ഒരു ദിവസം കഷ്ടപ്പെടാതെ ദേഹം അനങ്ങാതെ കഴിക്കുന്നതിന്റെ അസുഖമൊന്നും നീ അനുഭവിക്കടി. അവൾ ഉണ്ടാക്കട്ടടി. അതാണ് അച്ഛൻ, പിന്നെ അതാണോ അച്ഛൻ. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഡാഡ്. താങ്ക് യു.